ക്യാരറ്റ്, റവയും ഗോതമ്പ് മാവും എല്ലാം കൂടെ ചേർന്ന ദോശയും. അവൾക്കിങ്ങനെ ഈ മദ്യത്തെ ഇങ്ങനെ ഈ കുത്ത് വീണ ദോശയാണ് ഇഷ്ടം. ഒന്നുകൂടെ ഇങ്ങനെ ആക്കിയിട്ട്. ഹായ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് മോക്ക് പോകണ്ടായിരുന്നു, അങ്ങനെ ഇത്തിരി താമസിച്ചാണ് എഴുതിച്ചത്. ഇപ്പം 7:30 മണിയായി. പിന്നെ അങ്ങനെ കാപ്പി ഉണ്ടാക്കാനായിട്ടൊക്കെ വിചാരിച്ച് താമസിച്ചുണ്ടാക്കാം. മറ്റേതാണെങ്കിൽ അവൾ 5:30 മണിക്ക് 5:15 ആകുമ്പോൾ എഴുതിക്കും. അപ്പോഴ് 5:45 ആകുമ്പോൾ അവൾ പോവും. അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം അവൾ കഴിച്ചുകൊണ്ട് പോകും. അപ്പം വിചാരിച്ച് ഇന്ന് പോകണ്ടല്ലോ, അങ്ങനെ ഇത്തിരി താമസിച്ചാണ് എഴുതിച്ചത്. പിന്നെ ലെനോ രാവിലെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആൾ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ കിടന്ന് ഉറങ്ങി. ഇന്നലെ പിന്നെ വെളിയിൽ വിട്ടില്ലായിരുന്നു അവനെ. ഇന്നിപ്പം വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്ക് എഴുതിച്ച് ഞാനാണ് ഉണർത്തിയത്. എഴുതിച്ച് അവന് ഫുഡ് ചോറ് വിരവി തലേ ദിവസേ മീനൊക്കെ ഇട്ട് വിരവി വെച്ചിരിക്കും. അപ്പോൾ അതിനെ എടുത്ത് കൊടുത്ത് അതൊക്കെ കഴിച്ചും കൊണ്ട് ആൾ പോയി. ലിയോ ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല, ഭയങ്കര ബഹളമായിരുന്നു. റോഡേ പട്ടികൾ പോവും. അപ്പോഴത്തേക്ക് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് കിടന്ന് ഭയങ്കരമായ ബഹളവും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം ആൾ കിടന്ന് ഉറങ്ങണം. രാത്രി വെളുക്കണതുവരെ അവൻ ഉറക്കമില്ല. നമ്മളെ ഉറങ്ങാതെ കുരയിൽ കേട്ടാൽ ഉറങ്ങൂലല്ലോ. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോഴിതാണ്ട മാവ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ദോശയാണ്. അപ്പം 2 ചെറിയ ക്യാരറ്റ്, പിന്നെ ഇത് റവ, ഇച്ചിരി കുറച്ച് റവ, പിന്നെ ശകലം ഗോതമ്പ് മാവ്, പിന്നെ ഇച്ചിരി തേങ്ങ, ശകലം തേങ്ങ എടുത്തോളൂ കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുത്ത് അപ്പം എന്താ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട് കളർ കണ്ടോ, എന്താ കളറ്. ഗോതമ്പ് മാവും കൂടെ ചേർത്ത്, റവ മാത്രമല്ലേ. അപ്പം ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഈ പരുവം ഒരുപാട് അങ്ങ് കുറുകിപ്പോയി. അപ്പം അതിലേക്ക് ശകലം വെള്ളവും കൂടെ ഒഴിക്കാം. വെള്ളം ഒഴിച്ച് നന്നായിന്ന് ഇളക്കി, അല്ലെങ്കിൽ വെള്ളം വേറിട്ട് കിടക്കും. കാക്കകൾ വന്നിരുന്ന് വിളിക്കണം. താമസിച്ച് എഴുതിച്ചുകൊണ്ട് ഇന്ന് ഫുഡൊന്നും കൊടുത്തില്ല. അങ്ങനെ അവർ വെളിയിൽ വന്നിരുന്ന് വിളിക്കണം. ഇനി അവർക്ക് ഇത് ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കിയിട്ട് കറിയും വരവിയാണ് അവർക്ക് വെച്ച് കൊടുക്കണം. വെള്ളവും വെച്ച് കൊടുക്കും. അവരിപ്പോൾ സ്ഥിര താമസമാക്കി ഇവിടെ. ഇനി ഇതിലേക്ക് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഒഴിച്ചതിന് ശേഷം കലക്കി ചോറ് വേണമെങ്കിലും ചേർക്കും കേട്ടോ. ഞാൻ ചോറ് ചേർത്തിട്ടില്ല, ശകലം ചോറും ചേർത്ത് അരച്ചെടുക്കും. ഉപ്പുണ്ടാന്ന് നോക്കട്ടെ. ശകലം കൂടെ വേണം. എനിക്ക് ടിന്നോടുകൂടി ഒഴിച്ച അളവ് കിട്ടില്ല. അങ്ങനെ ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു വെക്കും. ഒന്നീ സ്പൂണിന് അല്ലെങ്കിൽ എൻ്റെ അടപ്പെടുത്ത്, അതാകുമ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടും. ഇതുപോലെ പൊടിയിപ്പം അങ്ങനെ ഇടയില്ല, കലക്കി ഒഴിക്കുകയുള്ളൂ. ഇനി ദോശക്കല്ല് അടുപ്പിലോട്ട് വെച്ച് ചൂടാം. ദോശക്കല്ല് അടുപ്പിരുന്ന് ചൂടാവുന്ന നേരത്തിന് ഇതാണ്ട് നമ്മളെ ദോശയ്ക്ക് വേണ്ടി കറി ഉണ്ടാക്കാം. അപ്പം അതിന് തേങ്ങ, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു 6 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ടത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ് ദോശക്കല്ല് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുക. പൊടി ഉപ്പ് അങ്ങനെ ഞാൻ ഇടാറില്ല. പിന്നെ ഈ സവാളയൊക്കെ വഴറ്റുന്ന നേരത്തിന് മാത്രം അതിലോട്ട് വഴണ്ട് വരാനായിട്ട് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കും. അപ്പം ഞാൻ ഉപ്പിടാത്തതിൻ്റെ, അല്ലാതെ പൊടിയുപ്പിടാത്തതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. മുമ്പ് ഇതുപോലെ ഞാൻ വാരി ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോഴും മണലുണ്ട് അതിൻ്റെ അടിയിൽ. ഒരു ദിവസം അവനെ കലക്കി ഒഴിച്ചു നോക്കി. കലക്കി ഒഴിച്ചിട്ട് അതിൻ്റെ ഈ ടിന്നിൻ്റെ മൂട്ടിൽ നോക്കിയപ്പോൾ കാണാം മണൽ അടിങ്ങി കിടക്കണം. അതിനുശേഷം അന്ന് തൊട്ട് ഞാൻ കലക്കി ഒഴിക്കുകയുള്ളൂ.
ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. കറണ്ടിൽ അരിയടുപ്പ് ഇട്ടിരുന്നു, ഒരു അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എടുത്തു. അപ്പം ഇത് അരച്ചെടുക്കാം. ദോശക്കല്ല് ചൂടായി. ഇനി അതിലേക്ക് എണ്ണ വരട്ടി കൊടുക്കുക. നമ്മളെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല കേട്ടാ, അതല്ല, ദോശക്കല്ലല്ല, ഇത് സാധാ പണ്ടത്തെ ദോശക്കല്ലാണ്. അപ്പം അതിലേക്ക് വന്നാ ഇന്നലെ ഇവിടെ കിടന്ന് രാവിലെ കതവ് തുറന്ന് വിട്ട് ലെനോ കുറച്ച് ചോറ് കഴിച്ചിട്ടാണ് പോയത്. ഇനി അടുത്തത് മീനിൻ്റെ തല വെച്ചിട്ടുണ്ട്. ഇനി അത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് കൊടുക്കും. പക്ഷെ ലിയോ കഴിക്കില്ല, ലിയോയ്ക്ക് ഭയങ്കര പാടാണ്. അങ്ങനെയൊന്നും കൊടുത്താൽ കഴിക്കില്ല. അവൻ പൊരിച്ച മീനും ഇട്ട് വരവി മീനിൻ്റെ കറിയൊന്നും വെള്ളാതെ കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിക്കും. മീനിട്ട് കുഴച്ച് കൊടുക്കണം. മോൻ ഇനി ഒരു മുട്ട പൊരിച്ച് കൊടുക്കണം. പിന്നെ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് കമൻ്റ് ഇട്ട് പറഞ്ഞ് ഇതുപോലെ പച്ചപ്പാൽ കൊടുക്കരുത്, പാല് പിന്നെ മധുരം അങ്ങനെ കൊടുക്കരുതെന്നും. അതുകൊണ്ട് ഇച്ചിരി മഞ്ഞളിട്ട് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇനി തൊട്ട് അങ്ങനെ കൊടുക്കാം. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതൊരു സന്തോഷവും. ചിലര് പിന്നെ അവരൊന്ന് പറയും നെഗറ്റീവായിട്ട്, പറയുന്നവരോട് പറയട്ടെ. ദോശ മറിച്ചിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ആക്കിയിട്ട് മടങ്ങിപ്പോയി. കുഴപ്പമില്ല, ക്യാരറ്റ് ദോശയും. റവ, ശകല ഗോതമ്പ് മാവും ഇച്ചിരി തേങ്ങയും എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചതാണ്. കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ആ പണ്ടത്തെ ഓർമ്മയിൽ എനിക്ക് ഈ അരിവാല ഉണ്ടല്ലോ, അരി വിറ്റണ അരിവാലയിൽ വെക്കണേന്ന് ഇഷ്ടം. പണ്ടത്തെ ആ ഒരു ഇത് കണ്ട, പണ്ടത്തെ ദോശക്കല്ല് ഇതാണ് നല്ലത്. ഇങ്ങനെ ഒരു സ്റ്റൈലിൽ ചുടുന്നതും. പിന്നെ അത് മാറ്റി വയ്ക്കുക, എന്നിട്ട് കോരി വീട്ടി കൊടുക്കാം. ഇളവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ മോൾ അറിയില്ല, മോളിൽ അവിടെ ഇരിക്കണം കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞ് ചായയും കൊടുത്തിട്ട് പറഞ്ഞ് ചായ അങ്ങനെ കുടിക്കണമല്ല, ഇനി ഞാൻ ഒത്തിരി പറഞ്ഞ് അടി കുടി, ചായയും കുടിച്ചിട്ട് പോയിരുന്ന് പടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്തോ ചെയ്യാം, ഇത് എടുത്തതിന് ശേഷം ഒരു കുഞ്ഞ് ദോശ ഉണ്ടാക്കാം. അവൾക്ക് അതാണ് ഇഷ്ടം. എന്നിട്ട് അവളെടുത്ത് പഠിക്കാൻ പറയാം. ഭയങ്കര സന്തോഷം. മോക്കൊരു കുഞ്ഞ് ദോശ ഇട്ട് കൊടുക്കേ. അവൾക്ക് ഇങ്ങനെ ഈ മദ്യത്തെ ഇങ്ങനെ ഈ കുത്ത് വീണ ദോശയാണ് ഇഷ്ടം. കണ്ടോ എന്തേ ചെയ്യണോ. മോളെ എനിക്ക് ദോഷമാണോ? എന്നാ ഇത് നോക്കിയാണ് വന്ന്. ലെനോ, എൻ്റെ മക്കൾക്ക് ദോശ വേണോ? എൻ്റെ കൊച്ചെവിടെ പോയിരുന്നേ? ലെനോ, കുഞ്ഞെവിടെ? എന്നാ ഇന്നാക്കാറാണ് എല്ലാവരും. എന്നാ നിനക്കുള്ള ദോശ എന്നാ ഇതെടുത്തോ. അങ്ങനെ ഗൈസ് കുഞ്ഞ് ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ടേ ഉള്ള ശീലമാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഓടി വരും ആള്. ഇല്ല, മധുരം ഇട്ടില്ല. മധുരം ഇടണം എന്തിന്? ഹെൽത്തി ദോശയല്ലേ. തേങ്ങയൊക്കെ ഒരു ശകലേ ഇട്ടോളൂ. ക്യാരറ്റ് ദോശ. കൊള്ളാം. ചട്ടനും കൂടെ ഉണ്ടാക്കാം.
തക്കാളി ചട്നി. അങ്ങനെ കൊള്ളാമല്ലോ ദോശ. ചട്നി ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാം, തക്കാളി ചട്നി. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങയും ഇതും കൂടെ ഒന്ന് അടിച്ചെടുത്ത് ചെറിയ രീതിക്ക് ആടാൻ വേണ്ടിയിട്ടുള്ള വെള്ളയെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം അതിലേക്കൊരു ശകല ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഒഴിച്ച് കലക്കിയതിന് ശേഷം ഇതൊന്ന് കടു വറുത്തിടാം. കടു വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കടു ഇട്ട് കൊടുക്കാം. ഒരടുപ്പിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തീരാറായി. ഇനി കടുകിടാം. ഇത് ഉള്ളിയും കരിവേപ്പിലയും കൂടി. ഉള്ളിയും കരിവേപ്പിലയും ഒക്കെ ചമ്മന്തി കടു വറുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ തക്കാളി ചട്നി കടു വറുത്ത് ചെറുതായിട്ടൊന്ന് അനത്തേ ഉള്ളൂ കേട്ടോ. ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ ചുവ ഒന്ന് മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് അനത്തി ഇതിലോട്ട് ഒഴിച്ച് ക്യാരറ്റ്, റവയും ഗോതമ്പ് മാവും എല്ലാം കൂടെ ചേർന്ന ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ. ഞാൻ പിന്നെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയുടെ മിക്സിയിലിട്ട് ജാറിലിട്ട് അടിച്ചെടുത്ത് ശകലം വെള്ളേ ചേർത്തിട്ടുള്ളൂ. അപ്പം തക്കാളി ചട്നി എന്നിട്ട് ചെറുതായിട്ട് നനത്തിയതിന് ശേഷം കടു വറുത്ത് എടുത്ത് ദോശ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.